ഹലോ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ കുളമ്പ് മാവാണ് കേട്ടോ. ഇത് നമുക്ക് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാവാണിത്. ഇത് വർഷത്തിൽ നമുക്കൊരു 3-ാമത്തെ വർഷം മുതൽ നമുക്ക് വിളവ് കിട്ടി തുടങ്ങുന്ന മാവാട്ടോ. അതിപ്പോൾ ചെറിയൊരു തൈയാണ് വരുന്നത്. ആവറേജ് ഒരു 10 അടി പൊക്കത്തോളമുള്ള തൈയാണ് വരുന്നത്. ഇത് നമ്മൾ ഗ്രോ ബാഗിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ചെറുതും വലുതുമായ തൈകളൊക്കെ നമ്മളെടുത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ മാവ് കായ്ക്കുന്ന ടൈമാണ്. ഈ ടൈമിൽ എന്നല്ല, നമ്മൾ ഈ ബഡ് ചെയ്ത മാവൊക്കെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈമിലും മാവ് കായ്ക്കും. അപ്പോൾ ഇത് നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മാങ്ങയാണ്. പിന്നെ ഇത് നമുക്ക് ഈ മരത്തിൽ നിന്നിട്ട് തന്നെ പൊഴുത്ത് അത് താഴേക്ക് വീഴുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് തിന്ന് കറി ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലാണ് ഈ മാവ് വരുന്നത്. പിന്നെ പുഴുക്കുത്ത് വളരെ കുറവേ, കാരണം നമ്മൾ മറ്റു മാങ്ങകളൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. ഇതിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു മാവാണ് നമ്മളെ കുളമ്പ് എന്ന് പറഞ്ഞ മാവ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് മാവ് വെക്കണ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു ഏത് മാവാണ് നമുക്ക് വെക്കാൻ നല്ലത്, നമ്മളെ കാലാവസ്ഥയ്ക്ക് നല്ല മാവ് ഏതാണെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒരു മാവ്, ഇതാണ് കേട്ടോ. കുളമ്പ് എന്ന് പറഞ്ഞ മാവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാവാണ്. പുഴുക്കുത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇതിൽ തീരെ വരില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൽ കണ്ടില്ല. ഇപ്പോൾ മാവ് എല്ലാ മാവുകളും പൂത്ത് നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അത് നമ്മളെ ഷോപ്പാണ് വരുന്നത്. നമ്മളെ ഷോപ്പ് വരുന്നത് കാവുംപുറത്താണ്. വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോഡിൽ പോകുമ്പോൾ കാവുംപുറം ടൗണിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത്. ആർക്കും ഇവിടെ വന്നാൽ എല്ലാവിധ തൈകളുണ്ട്. ഇത് നമ്മളെ കോട്ടൂർ കോണം എന്ന് പറഞ്ഞിട്ടുള്ള മാവാണ്. നല്ല വലിയ നമ്മളെ മൂവാണ്ടൻ മാവിൻ്റെ ഒക്കെ മാങ്ങയുടെ ഒക്കെ ഒരു സൈസ് വരുന്ന മാവാണ്. നല്ല ടേസ്റ്റുള്ള അടിപൊളി മാവാണ് കേട്ടോ. പിന്നെ 4 എണ്ണം 100, 4 എണ്ണം 200 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ ഷോപ്പിലൊക്കെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടുകാണ്ട് മയങ്ങാൻ നിൽക്കണ്ട, വാങ്ങിക്കണ്ടെന്നല്ല. തൈകൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള തൈകൾ വാങ്ങിക്കുക. അതിന് 10 രൂപ കൂടുതലാണെന്നുണ്ടെങ്കിലും ആ ക്വാളിറ്റിയുള്ള തൈകൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതുപോലെ പൂടും, ഇതുപോലെ കായം വരും കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ മാവായാലും ഇപ്പോൾ നമ്മളെടുത്ത് ഇവിടെ ഇതിൻ്റെ തൈകളുണ്ട്. ഇത് നമ്മളെ വിയറ്റ്നാം മേളിയുടെ തൈകളാണ്. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടക്കണക്കിന് കായ്ച്ചതും അതിൻ്റെ ചക്ക പറിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ വിൽക്കാനുണ്ട്. ഇത് വർഷത്തിൽ പിന്നെ സീസൺ ഇല്ലാതെ കായ്ക്കണ ചക്കയാണ് ഇത്. ഇതിൻ്റെ ഒരു തൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാ നമ്മളെ ചെറിയ തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രീതിയിലുള്ള തൈകളാണ്. ഇത് കണ്ടില്ല, ഈ പൊക്കം വരും നമ്മൾ തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 അടി പൊക്കമുള്ള തൈകളാണ് വരിക. ഇതിൽ ചെറിയ തൈ ആവുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ കായ്ക്കൽ തുടങ്ങും. ഇതിലൊക്കെ ചക്ക ആയി വരുന്നുണ്ട്. നമ്മൾ ചെറിയ തൈകളാവുമ്പോൾ തന്നെ ഇതിൽ കായ്ക്കൽ തുടങ്ങും. ഇതിൽ കണ്ടില്ല, ചക്ക പിടിച്ചിട്ട് കണ്ടില്ല. അപ്പോൾ ഈ ചക്ക ഇതിൽ ഉണ്ടാവുമൊന്നുമില്ല, അത് നമ്മൾ ഉറപ്പൊന്നും പറയില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെയാണിത്. ഇതിൻ്റെ ഏറ്റവും ചെറിയ തൈ ആവുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ചക്ക കായ്ക്കൽ തുടങ്ങും. അപ്പോൾ 1.5 വർഷം കഴിഞ്ഞാൽ നമുക്ക് നിറയെ ചക്ക ആവും. ഇപ്പോൾ 1.5 വർഷം ആകുമ്പോൾ തൈ എപ്പോഴും മൂത്തതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ ചക്ക നിർത്തുക, അല്ലെങ്കിൽ ഇടിച്ചക്കായിട്ട് ഇടുക. തൈ പിന്നെ കരുത്തായതിൻ്റെ ശേഷം ചക്ക നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിറയെ നല്ല രുചികരമായ ചക്കയാണ്. അതുപോലെ തന്നെ എല്ലാവിധ തൈയുണ്ട്, റംബുട്ടാനുണ്ട്, എല്ലാവിധ തൈകളും നമ്മുടെ ഷോപ്പിലുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളാഞ്ചേരിയിൽ നിന്ന് കാവുംപുറം പോണ റൂട്ടിൽ MK ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോപ്പ് വരുന്നുണ്ട്. സുനാമി ടയേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. നമ്മളിവിടെ എല്ലാ തൈകളും ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുക. കൊറിയർ സംവിധാനം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പക്ഷികളൊക്കെ കൊണ്ടുപോകണ വണ്ടി ആയതുകൊണ്ട് അതിൽ കൊണ്ടുപോകുമ്പോൾ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. അത് നിങ്ങൾ കൊടുക്കണം. നമുക്കുള്ള ചാർജ് അഡീഷണൽ ആയിട്ടുള്ള ചാർജാണ്. അത് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൈകൾ നമ്മൾ ഇവിടുന്ന് അയച്ചു തരും ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ കൊറിയറായിട്ട് അയക്കുമ്പോൾ തൈകൾ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എത്തുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്കത് കംപ്ലയിൻറ്റ് വരുന്നതായതുകൊണ്ട് നമ്മളതിന് നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് മാവിൻ്റെ ഒക്കെ കുറേ പിന്നെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി.